അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇന്ന് ഞാൻ മാംഗോ വെച്ചിട്ടാണ് ഈ ലഡു തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് ഇവിടെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഒരു ക്രീമിൻ്റെയൊക്കെ ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാൻ ഫ്രഷ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അതിൻ്റെ പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിൻ്റെ കൂട്ടിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാംഗോ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരുപാട് മാങ്ങ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പാലിൻ്റെയും തേങ്ങയുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലിനി വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നല്ലതുപോലെ ഇതൊന്ന് ഇനി ഡ്രൈ ആക്കി എടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അത് സ്കിപ്പായിട്ടുണ്ട് വീഡിയോ. ഇനി നമ്മളെ കയ്യിലൊക്കെ ഒരു ചെറിയ നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.